وكلبهم باسط ذراعيه بالوصيد. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന നായയുടെ മഹത്വത്തെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇദാ കാന ബഅദുൽ കിലാബി ഖദ് നാല ഹാദിഹി ദറജത്തുൽ ഉല്യാ. നായക്ക് പോലും ഉന്നതമായ പദവി ഈ സാലിഹീങ്ങളായ മനുഷ്യരെ സഹവസിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബിസുഹ്ബതിഹി വമുഖാലതിഹി സുലഹാഇ والأولياء فما ظنك بالمؤمنين المخالطين للأولياء والصالحين. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കളോട് സാലിഹീങ്ങളോട് ബന്ധമുള്ളവർക്ക് പിന്നെ സ്ഥാനം എത്രയാണ്? സാലിഹീങ്ങളോട് ബന്ധം സ്ഥാപിച്ച ഒരു നായയെ പറ്റി പരിശുദ്ധ ഖുർആനിൽ പോലും പരാമർശം വരികയും ആ നായയുടെ സ്ഥാനത്തെ ഉന്നതമാക്കി വാഴ്ത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുകയും ചെയ്യുന്നുവെങ്കിൽ സാലിഹീങ്ങളോട് സഹവസിക്കുന്ന മനുഷ്യരോട്, സച്ചരിതരായ ആളുകളോട് കൂട്ടുകൂടുന്ന മുഅ്മിനീങ്ങളുടെ ദറജ എത്രയാണ്, അവരുടെ അവസ്ഥ എന്താണെന്നാണ് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നതെന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. അതുകൊണ്ട് അല്ലാഹുവിലേക്കുള്ള വഴി എന്താണ്? ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു കുതുബുദ് ദഅവതി വൽ ഇർഷാദ്, നമ്മളൊക്കെ റാത്തിബത്തുൽ ഹദ്ദാദ് ചൊല്ലുന്നവരാണ്. ആ റാത്തിബത്തുൽ ഹദ്ദാദ് എഴുതിയ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചെറിയ ഗ്രന്ഥമുണ്ട്. റിസാലത്തു ആദാബി സുലൂക്കിൽ മുരീദ് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള ഉപദേശങ്ങൾ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഓരോ ചാപ്റ്ററുകളായി, ചെറിയ ചെറിയ അധ്യായങ്ങളായി ഓർമ്മപ്പെടുത്തുന്നിടത്ത് ആദ്യം തന്നെ പറയുന്ന കാര്യം ഇഅ്ലം അന്ന അവ്വലത് ത്വരീഖി ബാഇസുൻ ഖവിയ്യുൻ യുഖ്ദഫു ഫീ ഖൽബിൽ അബ്ദ്. അല്ലാഹുവിനോട് ഒരാൾക്ക് ബന്ധമുണ്ടാകണമെങ്കിൽ അതിനെന്താണ് വേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ ഖൽബിൽ ഒരു തീവ്രമായ വിചാരം, ഒരു പ്രേരണ ഇട്ടുകൊടുക്കലാണ്. എനിക്ക് നന്നാവണം, എനിക്ക് അല്ലാഹുവിനോട് ബന്ധം വേണം എന്ന ഒരു ഉത്കടമായ ആഗ്രഹത്തെ ഒരാളുടെ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുക എന്നതാണ് ആദ്യത്തെ വഴി. നമ്മൾ അല്ലാഹുവിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളം അല്ലാഹുവിനോട് ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ ഖൽബിലുണ്ട് എന്നതാണ്. നന്നാവണം, അല്ലാഹുവിനോട് അടുക്കണം. ദുനിയാവല്ല പ്രശ്നം, നമുക്ക് മൊത്തം ദുനിയാവാണ് പ്രശ്നം. ഏതെങ്കിലും രോഗങ്ങൾ, കടങ്ങൾ, പ്രയാസങ്ങൾ, ഭൗതികമായ വിഷയങ്ങൾ അതല്ല. അല്ലാഹുവിനോട് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സില്ല. يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. ഖുർആൻ പറയാണ്, നമ്മളെ വലിയ ആട്ടി ഉലക്കുന്ന പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല. നമ്മൾ കരുതും എനിക്ക് സമ്പത്തുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, എനിക്ക് ധാരാളം അംഗീകാരങ്ങളുണ്ടല്ലോ, സ്ഥാനമാനങ്ങളുണ്ടല്ലോ, എനിക്ക് ഭൗതികമായ പ്രശ്നങ്ങളില്ലല്ലോ എന്ന് കരുതും. എന്നാൽ അതല്ല അടിസ്ഥാനപരമായ പ്രശ്നം. യാ അയ്യുഹല്ലദീന ആമനുസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും.
അല്ലാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു കാര്യം നമ്മോട് പറഞ്ഞാൽ, അല്ലാഹു ഒരു കാര്യം ആവശ്യപ്പെട്ടു, ഫർളായതാകട്ടെ സുന്നത്തായ കർമ്മങ്ങളാകട്ടെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകൾ, എന്തിനാണ് അവർ നമ്മോട് കൽപ്പിക്കുന്നത്? ഇദാ ദഅാകും ലിമാ യുഹീകും, നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ കൽബുകളെ ജീവസുറ്റതാക്കാൻ വേണ്ടി, ജീവനുള്ള കൽബുകളാക്കാൻ വേണ്ടി, അല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ കടക്കുന്ന കൽബുകളാക്കാൻ വേണ്ടി, നന്മ കടക്കുന്ന കൽബുകളാക്കാൻ വേണ്ടിയാണ് അല്ലാഹു നമ്മോട് നിർദ്ദേശങ്ങൾ പറയുന്നത്, ആരാധനകൾ കൊണ്ട് കൽപ്പിക്കുന്നത്. അങ്ങനെയുള്ള കൽപ്പനകൾ നിങ്ങൾ കേട്ടാൽ, അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകൾക്ക് നിങ്ങൾ എതിരു പ്രവർത്തിക്കരുത്. വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. നമ്മളെ പ്രശ്നം വരുന്നത് അവിടെയാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് നമ്മൾ എതിര് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കൽബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറയിടും. അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി. കൽബിന് മറയിട്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഏത് ഔലിയാക്കൾ ഇറങ്ങി വന്നാലും, ഏത് സാഹചര്യങ്ങൾ വന്നാലും, റമളാൻ 27-ാം രാവും ലൈലത്തുൽ ഖദറും ഒരുമിച്ച് വന്നാലും, ഏത് പ്രധാനപ്പെട്ട മജ്ലിസുകൾ കിട്ടിയാലും അവരുടെ കൽബിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ പ്രാധാന്യം അങ്ങ് കടന്നു കിട്ടൂല. അതിന്റെ കാരണം എന്താ? കൽബിന് മേൽ മറ വന്നുപോയി. എപ്പോഴാ മറ വന്നു പോവുക? പാപങ്ങൾ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നക്കത നുക്തതൻ സൗദാ ഫീ ഖൽബി. തെറ്റുകളുടെ ആധിക്യം അനുസരിച്ച് അവരുടെ കൽബിൽ കറുത്ത പുള്ളികൾ വീണ് ഹൃദയത്തിൽ ഒരു പ്രതലം തീർത്തുകൊണ്ട് നന്മകൾ കടക്കാത്ത രൂപത്തിൽ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഒരു റാൻ, അവരുടെ ഹൃദയത്തിൽ ഒരു മറ വീണ് കഴിഞ്ഞാൽ ആ മറയെ ഭേദിച്ചുകൊണ്ട് നന്മകൾ കടക്കണമെങ്കിൽ ഒരൽപ്പം പ്രയാസകരമാണ്. ആ മറ പൊളിച്ചേ മതിയാകൂ. അതുകൊണ്ട് നമ്മുടെ കൽബിൽ അല്ലാഹുവിനോടുള്ള താല്പര്യം ജനിച്ചിട്ടില്ല എങ്കിൽ, നന്നാവണം എന്ന താല്പര്യം ഒരാളുടെ കൽബിലുണ്ട്, നമ്മളൊക്കെ കൽബിലുണ്ട്. അതാണ് നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയ ഘടകം. ആ താല്പര്യത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തിയതുപോലെ കൽബിന് മറ വന്നാൽ അല്ലാഹനെ പറ്റി പറയുന്നത് കടക്കൂല. അതുകൊണ്ട് ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന അവ്വല ത്വരീഖി ബാഇസുൻ ഖവിയ്യുൻ യുഖ്സഫു ഫീ ഖൽബിൽ അബ്ദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ കൽബിൽ ഇട്ടുകൊടുക്കുന്ന ശക്തമായ ഒരു ഉൾപ്രേരണയാണ്. യുസ്ഇജുഹു വ യുഖ്ലിഖുഹു വ യഹുദ്ദുഹു അലൽ ഇഖ്ബാലി അലല്ലാഹ്. ആ ഒരു ചിന്ത നമ്മുടെ കൽബിലേക്ക് പടച്ച റബ്ബ് ഇട്ടു തന്നാൽ നമ്മളെ ആലോചനകളും നമ്മളെ താല്പര്യങ്ങളുമെല്ലാം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക്, അലൽ ഇഖ്ബാലി അലല്ലാഹി വദ്ദാരിൽ ആഖിറ, പരലോകത്തെ ചിന്തകളിലേക്ക് നമ്മുടെ പ്രവർത്തനത്തെയും നമ്മുടെ ചിന്തകളെയും വഴിതിരിച്ചുവിടാനുള്ള പ്രേരണയാണ്, അസ്വസ്ഥതയാണ്. നിസ്കാരം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങേറാണ്. ആദ്യത്തെ വിചാരം നന്നാവണം, പടച്ചവനോട് അടുക്കണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ കൽബിൽ തന്നിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭാഗ്യവാനാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ദുനിയാവിനോടുള്ള വിരക്തിയും വഅമ്മൽ ഖൽഖു മശ്ഗൂലൂന ബിഹി മിൻ ഇമാറതിഹാ വജംഇഹാ, ദുനിയാവ് സമ്പാദിക്കുന്നതിനെ തൊട്ടും അതിൽ ശക്തമായി വ്യാപൃതരാകുന്നതിനെ തൊട്ടും നമ്മുടെ കൽബിനൊരു വിരക്തി തോന്നിക്കിട്ടിയാൽ ഇതൊന്നുമല്ല വലിയ കാര്യം.
പടച്ച റബ്ബിലേക്കൊന്ന് തിരിയാൻ, റബ്ബിനോടൊന്ന് മുന്നിടാൻ, അള്ളാഹുവിനോടൊന്ന് മനസ്സ് തുറന്ന് സംവദിക്കാനുള്ള ഒരു തോന്നൽ നമ്മുടെ കൽബിലുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്നത്. എന്നാൽ ആ വിചാരം നമ്മുടെ കൽബിലുണ്ടാകണമെങ്കിൽ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, വകസീറൻ മാ യുഫ്തഹു ബിഹി അലൽ അബ്ദി ഇൻദ തഖ്വീഫി വത്തർഗീബി വത്തശ്വീഖ്. ഉൽക്കടമായ ആഗ്രഹവും അഭിലാഷവും നമ്മുടെ കൽബിലുണ്ടാകണം. ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ, ആഗ്രഹങ്ങൾ നമ്മുടെ കൽബിൽ യഥേഷ്ടം ഉണ്ടാകുന്നുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. 1000 സ്വലാത്തെങ്കിലും ഒരു ദിവസം ചൊല്ലണം എന്ന ആഗ്രഹം നമുക്കുണ്ട്. സ്വലാത്തിന്റെ മാസമാണ്. റജബ് ഇസ്തിഗ്ഫാർ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട മാസമായിരുന്നു. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉന്യയിൽ പറയുന്നത് കാണാം, ഖുസ്സ റജബും ബിൽ ഇസ്തിഗ്ഫാർ വശഅബാനു ബിസ്സലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബിൽ എത്രയോ ഇസ്തിഗ്ഫാർ നടത്തണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സ്വലാത്ത് ചൊല്ലണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ നമ്മുടെ കൽബ് പാകപ്പെടുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ഇറാദത്തില്ല എന്നതാണ്, അഥവാ തീരുമാനമില്ല എന്നതാണ്. അപ്പൊ ശക്തമായ തീരുമാനം, അള്ളാഹുവിനോട് അടുക്കണം എന്ന ഉൽക്കടമായ താല്പര്യം നമ്മുടെ കൽബിലുണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതുപോലെ അവൻ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ചേരണം എന്ന താല്പര്യം ഒരാളുടെ കൽബിലുണ്ടായാൽ അള്ളാഹു അവരുടെ കൽബിൽ അള്ളാഹുവിലേക്കുള്ള ചിന്ത ഇട്ടുകൊടുക്കുമെന്ന് ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം പറയുന്നത് വഇൻദൻ നദരി ഇലാ അഹ്ലില്ലാഹ്, അള്ളാഹുവിന്റെ ആളുകളുടെ സമീപത്ത് പോയി നിൽക്കൽ, അള്ളാഹുവിന്റെ ആളുകൾ അങ്ങനെ നോക്കൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങൾ അങ്ങനെ നോക്കി നിന്നാൽ നമ്മുടെ കൽബിന് ജീവനാണ്. ദവാഉ ഖൽബിൻ ഖംസതു ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. സാലിഹീങ്ങളോടുള്ള സഹവാസമുണ്ടോ? ജീവിച്ചിരിക്കുന്നവരും വഫാത്തായവരുമായ സച്ചരിതരായ ആളുകളെ നമ്മൾ സഹവസിക്കുമ്പോൾ നമ്മുടെ കൽബിൽ ഈമാൻ വർദ്ധിക്കുന്നതാണ്, കൽബിന് ജീവൻ ലഭിക്കുന്നതാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വന്നദരി മിൻഹും, അവരിൽ നിന്നുള്ള നോട്ടം ഇങ്ങോട്ട് കിട്ടിയാലും നമ്മുടെ കൽബിൽ അല്ലാഹുവിനോടുള്ള താല്പര്യം മുളക്കാനുള്ള ഒരു വഴിയാണ്. നമ്മൾ അവരെ സന്ദർശിക്കുമ്പോൾ, അവരുടെ മജ്ലിസിൽ സംബന്ധിക്കുമ്പോൾ, അവരെ പറയുമ്പോൾ, അവരുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ നോട്ടം നമുക്ക് ലഭിക്കും. അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കൂകിൽ അതിനാൽ വലിയ നീലനെ കൊടുത്തോവനെ കുറിച്ച് മുഹീദ്ദീൻ മാലയിൽ പറഞ്ഞതാണ്, അവരുടെ നോട്ടം കിട്ടിയാൽ ദുനിയാവിലും ആഖിറത്തിലും വലിയ നില കിട്ടാൻ അതുതന്നെയാണ് കാരണം അവര് നോക്കാൻ കഴിവുള്ളവരാണ്. വഖുൽ അമലു ഫസയറല്ലാഹു അമലകും വറസൂലുഹു വൽ മുഅ്മിനൂൻ. സൂറത്തു തൗബയിലെ 105ാമത് സൂക്തമാണ്. അല്ലാഹു നമ്മുടെ അമല് കാണുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്.
മുഅ്മിനീങ്ങളും കാണുന്നുണ്ടെന്നത് ഖുർആനാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ ഒക്കെ കൊണ്ടുവരുന്ന ഹദീസുകൾ കാണാം. ഇന്ന അഅമാലകും തുഅറദു അലാ അഖ്രിബായികും വഅശാഇരികും ഫീ ഖുബൂരിഹിം. നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പോലും നമ്മുടെ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. നമ്മളിവിടെ കൂടിയിരിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് കാണിച്ചു കൊടുക്കും എന്ന, സാധാരണക്കാരായ ആളുകൾക്ക് കാണിച്ചു കൊടുക്കും. നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ ഖബറിൽ അവർക്ക് സന്തോഷമാണ്. നല്ലതല്ല ചെയ്യുന്നതെങ്കിൽ ആരെപ്പറ്റിയാണ് പറയുന്നത്? നമ്മുടെ സ്വന്തം ഉമ്മ ഉപ്പമാരെ പറ്റി, ബന്ധുക്കളെ പറ്റി, സാലിഹീങ്ങളായവരെ കുറിച്ചല്ല, ഔലിയാക്കളെ കുറിച്ചല്ല, സച്ചരിതരായ ആളുകളെ കുറിച്ചല്ല. എല്ലാവർക്കും അവരുടെ മക്കളുടെയും ബന്ധുക്കളുടെയും അമലുകൾ ഖബറിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. നല്ലതാണെങ്കിൽ ഖബറിൽ അവർ സന്തോഷിക്കുന്നു, ചീത്തയാണെങ്കിൽ അല്ലാഹുവിനോട് അവർ പറയുന്നു മോശം പ്രവർത്തനങ്ങളാണ് മക്കൾ ചെയ്യുന്നതെങ്കിൽ അല്ലാഹുവിനോട് അവർ പറയാണ് അല്ലാഹുമ്മ അൽഹിംഹും മയ്യഅമലു ത്വാഅതക. എന്റെ മകന് നല്ലത് ചെയ്യാനുള്ള ഒരു തോന്നൽ നീ ഇട്ടുകൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ പറയുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സാലിഹീങ്ങളുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അവരൊന്ന് നന്നായി ഒരു നോക്കുകിൽ അതിനാൽ വലിയ നിലനെ കൊടുത്തോവർ. അതുകൊണ്ട് വലിയ നില കിട്ടാൻ, നമുക്ക് ഏറ്റവും വലിയ നിലയിൽ എത്തിച്ചേരാൻ അത് വലിയ കാരണമാണ്. നമ്മുടെ ഈ മജ്ലിസ് തന്നെ അതിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ്. ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സുൽത്താനുൽ ഹിന്ദാണ്. ആര് അധികാരത്തിലാണെങ്കിലും ഇന്ത്യയുടെ ആത്മീയമായ അധികാരം കൈയാളുന്നവർ, ഇന്ത്യയുടെ സുൽത്താൻ ഗരീബ് നവാസ്, പാവപ്പെട്ടവരുടെ അവതാണി എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദാണ്. ആ സുൽത്താനുൽ ഹിന്ദിനെ നമ്മൾ താല്പര്യപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് കൂടിയാൽ അവരുടെ നോട്ടം ഇവിടെ സുനിശ്ചിതമാണ്. അവരുടെ നോട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഔദാര്യങ്ങളും അനുഗ്രഹങ്ങളും അത്രയും വിപുലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കൾക്ക് നൽകിയ സ്ഥാനങ്ങളെ ഉൾക്കൊള്ളണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ആദ്യം മനസ്സിലാക്കുകയും ഖുർആൻ ഓതി ഖുർആനിന്റെ താല്പര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുകയും വേണം. ഈ സദസ്സിന് എന്തുകൊണ്ട് ഇത്രമാത്രം പ്രാധാന്യം ലഭിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ പ്രാപഞ്ചികമായ ചില കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഭൂമിയിൽ അല്ലാഹുവിന്റെ വ്യത്യസ്തങ്ങളായ സൃഷ്ടികളുണ്ട്. അതിൽപ്പെട്ട ഇഖ്തിയാറുള്ള രണ്ട് സൃഷ്ടികളാണ് മനുഷ്യരും ജിന്നുകളും. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്ന സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള രണ്ട് സൃഷ്ടികൾ, ഒന്ന് മനുഷ്യരും മറ്റൊന്ന് ജിന്നുകളുമാണ്. മനുഷ്യരും ജിന്നുകളുമല്ലാത്ത എല്ലാ സൃഷ്ടികളും മുൽത്തറാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടവരാണ്. എല്ലാ സന്ദർഭങ്ങളിലും അങ്ങനെയാണ്. യഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് സഞ്ചരിക്കാനല്ലാതെ അതിനെതിരു പ്രവർത്തിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല, ഒരു ജീവജാലങ്ങളെ കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നോക്കൂ നിങ്ങൾ, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർദ്.
ഭുവനവാനങ്ങളിലുള്ള സകലതും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ടെന്ന് പരിശുദ്ധ ഖുർആനാണ്. വശംസു വൽ ഖമറു വദ്ദവാബു വശജറു എല്ലാറ്റിനെയും എണ്ണി പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയാണ് സൂര്യൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. നക്ഷത്രങ്ങളും മരങ്ങളും സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഖുർആനാണ്. നമ്മൾ കാണുന്നില്ല എന്നതുകൊണ്ട് അത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ കാണുന്നത് മാത്രമല്ല യാഥാർത്ഥ്യങ്ങൾ. അല്ലാഹ് പറയുന്നു ഇവകളെല്ലാം സുജൂദ് ചെയ്യുന്നുണ്ട്. എന്നാൽ വകസീറും മിനന്നാസ് മനുഷ്യരിൽ നിന്ന് വലിയ വിഭാഗവും സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറുൻ ഹഖ അലൈഹിൽ അദാബ് എന്നാൽ സുജൂദ് ചെയ്യാതെ നടക്കുന്ന മനുഷ്യരുമുണ്ട്. എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളിച്ച് പറഞ്ഞപ്പോൾ പക്ഷിപറവകളെയും മരങ്ങളെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും സദാസമയവും അല്ലാഹുവിന് തസ്ബീഹിലേർപ്പെട്ട് സുജൂദ് നിർവഹിച്ചുകൊണ്ട് ജീവജാലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളാണ്. ആ സൂര്യൻ തസ്ബീഹിലാണ്, ഇബാദത്തിലാണ്. അതിന് നിർണയിച്ച അച്ചുതണ്ടിലൂടെ സഞ്ചരിക്കാനല്ലാതെ ഒരു ദിവസം വിശ്രമിക്കാൻ സൂര്യന് കഴിയില്ല. തസ്ബീഹിലേർപ്പെടുന്ന സുജൂദിലേർപ്പെടുന്ന സൂര്യന് അല്ലാഹു കൊടുത്ത കഴിവത്രയാണ്. സുബ്ഹാനല്ലാഹ്. ശാസ്ത്രലോകം പറയുന്നു ഭൂമിയേക്കാൾ 3,32,000 ഇരട്ടി കനമുള്ള 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള വ്യാപ്തിയുള്ള സൂര്യൻ ഒരു സെക്കൻഡ് കൊണ്ട് 20 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്. കാരണം വശംസു വൽ ഖമറു ബിഹുസ്ബാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സുജൂദിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൃഷ്ടി വൈഭവങ്ങൾക്ക് പടച്ച റബ്ബ് കൊടുത്ത കഴിവാണ്. എന്നുവേണ്ട പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിജാലങ്ങളെയും പരിശോധിച്ചാൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കോഴിക്കോട് കടലുണ്ടിയിലുള്ള പക്ഷി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നുള്ള പഠനങ്ങളുണ്ട്. പൊന്നാനിക്കടുത്തുള്ള പുറത്തൂരിലെ പക്ഷി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നുള്ള പഠനങ്ങളുണ്ട്. എന്താ പറയുന്നത്? അവിടെ സൈബീരിയൻ വൈറ്റ് ക്രെയിൻ എന്ന് പറയുന്ന ഏതാണ്ട് റഷ്യയിലെ അഥവാ 5800 കിലോമീറ്റർ അകലെ നിന്ന് റഷ്യയിൽ നിന്ന് പറന്നെത്തുന്ന ദേശാടന പക്ഷികൾ ഓരോ കാലാവസ്ഥകളിലും കടലുണ്ടിയിലെ പുഴവക്കത്തെത്തുന്നുണ്ട് എന്ന് പക്ഷി വളർത്തൽ ശാസ്ത്രജ്ഞന്മാർ പറയുകയാണ്. ഒരു പ്രത്യേകമായ കാലാവസ്ഥയാകുമ്പോൾ 5800 കിലോമീറ്റർ അകലെ നിന്ന് പക്ഷികൾ പറന്നെത്തുന്നു. സൈബീരിയൻ വൈറ്റ് ക്രെയിൻ എന്ന പക്ഷികളാണ്. ആമസോണിൽ നിന്ന് പക്ഷികൾ പറന്നെത്തുന്നു. 5800 കിലോമീറ്റർ തുടർച്ചയായി പറക്കാൻ അതിന് റൺവേ വേണ്ട, റഡാർ വേണ്ട, സിഗ്നൽ വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അത്രയും വിദൂരതയിലേക്ക് പറക്കാനുള്ള കഴിവ് കൊടുക്കുന്ന റബ്ബ്. വീണ്ടും കാണാം ആർട്ടിക് ടേൺ എന്ന് പറയുന്ന പക്ഷിയുണ്ട്. ഒരു വർഷത്തിൽ 40,325 കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്നാണ് പക്ഷിശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ആർട്ടിക് പ്രദേശങ്ങളായ ഐലാൻഡുകളിൽ നിന്ന് അതുപോലെ തന്നെ നോർത്ത് ബ്രിട്ടനിൽ നിന്നെല്ലാം മുട്ടയിട്ട് വിരിഞ്ഞുണ്ടാകുന്ന പക്ഷികൾ കാലാവസ്ഥക്കനുയോജ്യമായി പ്രത്യേകമായ കാലാവസ്ഥ വരുമ്പോൾ അതിനു പറ്റിയ ഇടം തേടിക്കൊണ്ട് തുടർച്ചയായി പറന്നുകൊണ്ടിരിക്കുകയാണ്. വരവാലൻ ഗോൾഡ്വിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബാർട്ടൈൽഡ് ഗോൾഡ്വിറ്റ് എന്ന് പറയുന്ന പക്ഷിയുണ്ട്. അലാസ്കയിൽ ജനിച്ച് ന്യൂസിലാൻഡിലേക്ക് 11,000 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ശാന്തമായ സമുദ്രമാണ്. റൺവേയില്ല, റഡാറില്ല, സിഗ്നലില്ല, വിശ്രമമില്ല. കോരിച്ചൊരിയുന്ന മഴ
മഴയും പ്രശ്നമല്ല, ആർത്തു പെയ്യുന്ന മഴ പ്രശ്നമല്ല, കൊടുങ്കാറ്റ് പ്രശ്നമല്ല. ഒന്നും വകവെക്കാതെ 11,000 കിലോമീറ്റർ 5-6 തുടൽ ദിവസങ്ങൾ എടുത്തുകൊണ്ട് ന്യൂസിലാൻഡിൽ നിന്ന് പറന്നുയരുന്ന പക്ഷികളെ സംബന്ധിച്ച് പക്ഷി വളർത്തൽ ശാസ്ത്രജ്ഞന്മാര് പറയുന്നു, മനുഷ്യനാകട്ടെ 5 മണിക്കൂർ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ജിദ്ദയിലേക്ക് പറക്കണമെങ്കിൽ 2 വേണം, റഡാർ വേണം, സിഗ്നൽ വേണം. എന്നാൽ തന്നെ എത്രയെത്ര അപകടങ്ങളാണ്, എത്രയെത്ര പ്രശ്നങ്ങളാണ്, എന്തൊക്കെ പ്രതിസന്ധികളാണ് മനുഷ്യർക്ക് മുമ്പിലുള്ളത്. എന്നാൽ ഇത്തരത്തിൽ അള്ളാഹുവിന്റെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന സൃഷ്ടി വൈഭവങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവുണർത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, വത്തൈറു സാഫാത്തിൻ കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹാ. ആകാശത്തിലൂടെ ചിറക് വിടർത്തി പറക്കുന്ന പക്ഷികൾ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുള്ളവകളാണ്. എല്ലാ സന്ദർഭങ്ങളിലും സ്വലാത്തിലേർപ്പെടുന്നവരാണ്, ദിക്റിലേർപ്പെടുന്നവരാണ്, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്. തസ്ബീഹ് ചൊല്ലാതിരിക്കാൻ അതിന് കഴിയില്ല, മരങ്ങൾക്ക് കഴിയില്ല. എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ ഇബാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവകൾക്ക് അള്ളാഹു കൊടുത്ത കഴിവിനെയാണ് പ്രതിഭാസങ്ങളായി നമ്മൾ പരിചയപ്പെടുന്നത്. എന്നാൽ ഇതൊക്കെ അംഗീകരിക്കുന്നവർ കേവലം നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഇത്തരം ജീവജാലങ്ങൾക്ക് ഇത്രയും കഴിവുണ്ട് എന്ന് പറയുമ്പോൾ പടച്ച റബ്ബ് പറയുന്ന പല കാര്യങ്ങളും അംഗീകരിക്കാൻ അവർ സന്നദ്ധരാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പക്ഷിക്ക് ഇത്രയും പറക്ക, ഇതൊക്കെ ശാസ്ത്രീയമായ സത്യങ്ങളാണ്. നമ്മളിങ്ങനെ പറന്നു നോക്കുക, എവിടെങ്കിലും എത്തുകയാണെങ്കിൽ എത്തട്ടെ, ആ പറക്കലല്ല. പ്രത്യേകമായ ഒരു കാലാവസ്ഥയാകുമ്പോൾ കടലുണ്ടിയിൽ 5800 കിലോമീറ്റർ അപ്പുറത്ത് സൈബീരിയയിൽ നിന്ന് പക്ഷികൾ പറന്നെത്തുന്നു എന്നാ പറയുന്നത്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ആരും നിഷേധിക്കുന്നില്ല. റൺവേയും റഡാറും സിഗ്നലും ഇല്ലാതെ 1-2 ദിവസം തുടർച്ചയായി പറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവകൾക്ക് കഴിവ് കൊടുക്കുകയാണ്. കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വ തസ്ബീഹ. അല്ലാഹുവിനെ അറിഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന കഴിവുകളെ നമുക്ക് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, റുബ്ബ മർകൂബിൻ ഖൈറും മിൻ റാകിബിഹാ. ഒരു ജീവജാലങ്ങളെയും നമ്മൾ നിസ്സാരപ്പെടുത്തണ്ട. ഒരു മനുഷ്യരെ പോയിട്ട്, ഒരു പോത്തിനെ പോയിട്ട്, ഒരു എരുമയെ പോലും, നമ്മൾ ഒരു നായെ പോലും നിസ്സാരപ്പെടുത്തണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റുബ്ബ മർകൂബിൻ ഖൈറും മിൻ റാകിബിഹാ. എത്രയെത്ര വാഹനങ്ങളാണ്, അതിൽ യാത്ര ചെയ്യുന്ന യാത്രികരെക്കാൾ ഉത്തമരായിട്ടുള്ള വാഹനങ്ങൾ അത്രയുണ്ട്. അക്കാലത്തെ വാഹനങ്ങൾ എന്നാൽ മൃഗങ്ങളാണ്, കുതിരകളാണ്, ഒട്ടകങ്ങളാണ്. ഇതിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരെക്കാൾ എത്രയോ ഉത്തമരാണ് ഈ ഒട്ടകവും ഈ കുതിരയും. നമ്മൾ ഇന്ന് കാണുന്ന പശുവും എരുമയുമെല്ലാം നമ്മളെക്കാൾ എത്രയോ ഉത്തമരാണ്. അതിനെ നിങ്ങൾ അതിൽ നിങ്ങൾ യാത്ര ചെയ്തോളൂ, അതിന്റെ ഉപകാരം എടുത്തോളൂ. യാത്രയുടെ ആവശ്യം കഴിഞ്ഞാൽ അതിന്റെ വഴിക്ക് നിങ്ങൾ വിട്ടേക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താ കാരണം? അക്സറു ദിക്റൻ ലില്ലാഹി മിൻഹു. ആ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന മനുഷ്യനേക്കാൾ ദിക്ർ കൂടുതലുള്ളതാണ് ഈ ഒട്ടകം. ഈ മനുഷ്യന് ദിക്റില്ല, ഈ മനുഷ്യൻ അല്ലാഹുവിനെ ഓർക്കുന്നവനല്ല. നിർബന്ധമായ ബാധ്യതകളെ, നിർബന്ധമായ ആരാധനകളെ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആരാധനകളെ പോലും ഒഴിവാക്കുന്നവനാണ് അവൻ. ഈ മൃഗങ്ങൾ അവനേക്കാൾ ഉത്തമരാണ് ഈ മൃഗങ്ങളെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ഓരോ നിസ്സാരമായ ജീവജാലങ്ങളെ കുറിച്ച് പഠനം നടത്തിയാലും നമ്മൾ നിസ്സാരമെന്ന് കാണുന്ന നായക്ക് പോലുമുള്ള കഴിവത്ര നോക്കൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ ആധുനികമായ സാങ്കേതിക സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തി കണ്ടെത്താൻ ശ്രമിച്ചാലും മനുഷ്യന് കണ്ടെത്താൻ പറ്റാത്ത സാധനങ്ങൾ മണത്തുകൊണ്ട് കണ്ടെത്താനുള്ള സിദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നായക്ക് കൊടുത്തു. അത് അല്ലാഹു കൊടുത്തതാന്ന് സമ്മതിക്കുന്നിടത്ത് എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ
വഅംബതഹാ നബാതൻ ഹസനൻ വകഫലഹാ സകരിയ കുല്ലമാ ദഖല അലൈഹാ സകരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. സൂറത്തു മറിയമിൽ മറിയം ബീവിയുടെ ചരിത്രം, സൂറത്തു ആലു ഇംറാനിലാണ് അല്ലാഹ് പറയുന്നത്. മറിയം ബീവിയുടെ ചരിത്രം പറയുന്നിടത്ത് പറയുന്ന സംഭവമാണ്. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ. മറിയം ബീവിയെ അല്ലാഹു ഏറ്റെടുത്തു. വകഫലഹാ സകരിയ, രക്ഷാകർതൃത്വം സക്കരിയ അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ മസ്ജിദുൽ അഖ്സയുടെ ഉള്ളിലുള്ള ഒരു റൂമിനകത്ത് ഒരാൾക്കും എൻട്രി ഇല്ലാത്ത ഒരു റൂമിനകത്തിട്ടിട്ട് മറിയം ബീവി അലൈഹിസ്സലാമിനെ സക്കരിയ അലൈഹിസ്സലാം വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. റൂമിലേക്ക് എപ്പോ പോകുമ്പോഴും മറിയം ബീവിയുടെ അടുക്കൽ റൂമിൽ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ അവിടൊക്കെ കാണാൻ പറ്റും. ഖാല യാ മറിയമു അന്നാ ലകി ഹാദാ, ഞാനല്ലാതെ ഇവിടെ ഒരാളും കടന്നു വരാറില്ലല്ലോ, പിന്നെ എവിടെന്നാണ് അത്യപൂർവമായ ഈ ഭക്ഷ്യവിഭവങ്ങൾ അങ്ങേക്ക് ലഭിക്കുന്നത് എന്ന് സക്കരിയ അലൈഹിസ്സലാം മറിയം ബീവിയോട് ചോദിക്കുമ്പോൾ മറിയം ബീവി അലൈഹിസ്സലാം പറയാണ്, ഖാലതു ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ഉദ്ദേശിക്കുന്നവർക്ക് അറ്റമില്ലാതെ കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതീതമായത് പടച്ച റബ്ബ് കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഖുർആൻ തന്നെ പ്രകടമായ എത്രയോ ഉദാഹരണങ്ങൾ പറയുന്നത് നമുക്കൊക്കെ അറിയാം. ആസഫ് ബിൻ ബർഖിയ എന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ച വലിയും മിനൽ ബശരി, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട വലിയിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇബ്നു കസീർ പറയുന്നത് റജുലുൻ സാലിഹുൻ മിൻ ബനി ഇസ്രായീൽ എന്നാണ്. വിലായത്തിന്റെ പദവിയിലൊന്നും എത്തിയിട്ടില്ല. സാലിഹായ മനുഷ്യനായ തന്നെ മതി, അല്ലാഹു വലിയ ബഹുമതി കൊടുക്കുമെന്നാണ്. സാലിഹായ മനുഷ്യൻ എന്നെ കിട്ടുന്ന ബഹുമതികൾ എത്രയാണ്. വലിയാകണ്ട. ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ സാലിഹായി കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒരു സാലിഹായ മനുഷ്യനെ കണ്ടാൽ ഇന്ന് നമ്മൾ പിടിച്ച് വലിയാക്കുന്ന കാലമാണ്. സാലിഹ് തന്നെ ആയാൽ അവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങളാണ് ആസഫ് ബിൻ ബർഖിയയുടെ ചരിത്രം അടയാളപ്പെടുത്തുന്നതെന്ന് ഇബ്നു കസീറിന്റെ വ്യാഖ്യാനമെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ടാലോ, ഔലിയാക്കളുടെ കാറ്റഗറിയിൽ ഏറ്റവും താഴ്ന്ന കാറ്റഗറിയാണ് ആരിഫ് എന്ന് പറയുന്ന പദവി. ആ ആരിഫിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ലൗ ദഅൽ ആരിഫു ലസാലത്തിൽ ജിബാൽ. ഒരു ആരിഫ് ദുആ ചെയ്താൽ ഒരു പർവ്വതം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിക്കാൻ കഴിയും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. പരിശുദ്ധ ഖുർആൻ അതിന്റെ തെളിവാണ്. അതൊന്നും വലിയ അത്ഭുതമില്ല എന്ന് ഖുർആൻ പറയാണ്. 1200 ചില്ലാനം കിലോമീറ്റർ ദൂരമുള്ള സബയിൽ നിന്ന് പലസ്തീനിലേക്ക് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ആരാണ് കൊണ്ടുവരിക എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ ഖാല ഇഫ്രീതും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ കൊണ്ടുവരാമെന്ന് പറയുന്നത് ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഇഫ്രീത്ത് എന്ന് പറയുന്നവനാണ്. ഒരാൾക്ക് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ എത്ര സമയം വേണം? ആ സമയം മതി എന്ന് ഖുർആൻ പറയുന്നു. കാരണം ജിന്നുകൾക്ക് സ്വതവേ അതിന് കഴിവുണ്ട്. അങ്ങനെ ചെയ്യാൻ ജിന്നുകൾക്ക് സ്വതവേ അല്ലാഹു കഴിവ്, പ്രകൃതിപരമായി കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കൊണ്ടുവരാം എന്ന് ഇഫ്രീത്ത് പറയുകയാണ്. ആ സമയം പറയുന്നു, വഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്. വേദഗ്രന്ഥങ്ങളിൽ അറിവുള്ള ആസഫ് ബിൻ ബർഖിയ എന്ന് പേരുള്ള സാലിഹായ മനുഷ്യൻ അല്ലെങ്കിൽ വലിയായ മനുഷ്യൻ പറയുന്നു, അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക. അങ്ങൊന്ന് കണ്ണ് പൂട്ടി തുറക്കുമ്പോഴേക്ക് ഞാൻ കൊണ്ടുവരാം. നോക്കൂ നിങ്ങൾ, ഇത് ഖുർആനിലുള്ളതല്ല.
1200 ചില്ലാനം കിലോമീറ്റർ അപ്പുറത്ത് നിന്നൊന്ന് കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് ഒരു സിംഹാസനം ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരാമെന്നൊരു മനുഷ്യൻ പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അത്തരം കഴിവുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇതിനേക്കാൾ വലിയ എന്ത് തെളിവാണ് ഖുർആനിൽ നിന്ന് നമുക്ക് വേണ്ടത്? ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ അമാനുഷികമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിനെ അടയാളപ്പെടുത്തുന്ന എത്രയോ സംഭവങ്ങൾ. പ്രപഞ്ചത്തിലെ പല പ്രതിഭാസങ്ങളെ പറ്റി പറയുമ്പോഴും ശാസ്ത്രീയമായ പിൻബലമുണ്ടെങ്കിൽ അംഗീകരിക്കാൻ കഴിയുന്ന വിശ്വാസികളെന്ന് പറയുന്നവർക്ക് തന്നെ ഖുർആൻ പറയുമ്പോൾ ഇത് അംഗീകരിക്കാൻ കഴിയാത്തവരുണ്ട്. എന്നാലോ ആ കഴിവുകളെക്കാൾ എത്രയോ മികവുള്ളവരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഇപ്പറഞ്ഞതിന്റെ അർത്ഥം ജിന്നുകളെക്കാൾ സ്വതവേ കഴിവുള്ളതിനേക്കാളുള്ള കഴിവ് മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുമെന്നാണ്. സാധാരണ ജിന്നുകളെക്കാൾ കഴിവ് വിലായത്തൊരു മനുഷ്യന് കിട്ടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ കഴിവ് കൊടുത്തവരിൽ പെട്ട വിഭാഗമാണ് മലക്കുകൾ. ആ മലക്ക് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. മലക്കുകൾ പടച്ചോനൊന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയായ ഈ മലക്കുകൾക്ക് തന്നെ അല്ലാഹു കൊടുത്ത കഴിവെത്രയാണ്? സൂറത്തു യൂസുഫ് ഓതിയാൽ നമുക്ക് കാണാം. അത് മലക്കല്ലേ, മലക്കിന് അങ്ങനെ കഴിവുണ്ടാകും എന്ന് ചിലർ പറയും. എന്നാൽ ആ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ പറയുന്നുണ്ട്, മിഅ്റാജു സയ്യിദിനാ മുഹമ്മദ് ജിബ്രീലു ഖാല ലഹു തഖദ്ദം. അതിന് മലക്കിന് കൊടുത്ത കഴിവെത്രയാണെന്ന് നോക്കൂ നിങ്ങൾ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്ന കഥയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. യൂസുഫ് നബി പൊട്ടക്കിണറ്റിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ യാ ഷാഹിദൻ ഗൈറ ഗായിബ് വയാ ഖരീബൻ ഗൈറ ബഈദ് വയാ ഗാലിബൻ ഗൈറ മഗ്ലൂബ് ഇജ്അൽ ലീ ഫറജൻ വ മഖ്റജൻ ഫീ അംരി ഹാദാ. എന്നെ കാണുന്നവനായ, എന്റെ സമീപസ്ഥനായ, എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനായ എന്റെ റബ്ബേ, ഞാൻ ഈ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പൊട്ടക്കിണറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സമയത്താണ് സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നതെങ്കിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, വകാന ജിബ്രീലു വാഖിഫൻ ഇൻദൽ അർശ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം നിൽക്കുന്നത് അർശിന്റെ സമീപത്താണ്. അർശിന്റെ സമീപത്താണ്. എവിടെയാണ് അർശുള്ളത്? ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്കുള്ള വഴി ദൂരം 15 കോടി കിലോമീറ്റർ ആണ്. ഓരോ ആകാശത്തിന്റെയും ഇടയിലുള്ള വഴി ദൂരം 15 കോടി കിലോമീറ്റർ ആണെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഫഅ സംകഹാ ഫസവ്വാഹ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്, അഥവാ 7 ആകാശവും കഴിഞ്ഞ് 115 കോടിയും കഴിഞ്ഞിട്ടാണല്ലോ അല്ലാഹുവിന്റെ അർശുള്ളത്. ആ അർശിന്റെ സമീപത്ത് നിൽക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, അതിരിക അബ്ദി യാ ജിബ്രായീൽ. ജിബ്രീലേ, എന്റെ അടിമയെ പോയി രക്ഷപ്പെടുത്തണം എന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരുമ്പോ മൈക്രോ സെക്കൻഡ് കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പൊട്ടക്കിണറ്റിൽ ചെന്നിട്ട് ചിറക് വിടർത്തി കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത കഴിവാണ്. എന്നാൽ ആ കഴിവുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ തന്നെ യാത്ര ചെയ്യുമ്പോ സറൈത മിൻ ഹറമീൻ ലൈലൻ ഇലാ ഹറമീ കമാ സാറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലാമീ വബിത്ത ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي.
ഇത്ര മൈക്രോ സെക്കൻഡ് കൊണ്ട് 100 കോടി കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിവ് കൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരുടെ നേതാവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മിഅ്റാജ് യാത്ര പോകുമ്പോ ബഹറുൻ നൂറിന്റെ സമീപത്തെത്തിയപ്പോ മിഅ്റാജു സയ്യിദിനാ മുഹമ്മദ് ജിബ്രീലു ഖാല ലഹു തഖദ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ് ഇവിടുന്ന് അങ്ങോട്ട് അങ്ങേക്കേ അനുമതിയുള്ളൂ, എനിക്ക് അനുമതിയില്ല. സുബ്ഹാനല്ലാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവർ എത്രയാണ്! അല്ലാഹ് കൊടുത്താൽ അതിന് അറ്റം പറയാൻ കഴിയില്ലല്ലോ. ലൗനാസബത് ഖദ്റഹു ആയാതുഹു ഈദമാ അഹ്യസ്മുഹു ഹീനായൂദ് അദാരി സരിമമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് കണ്ടിട്ട് അവിടുത്തെ സ്ഥാനത്തെ വിലയിരുത്താൻ നിൽക്കണ്ട. ലൗനാസബത് ഖദ്റഹു ആയാതുഹു ഇളമാ അഹ്യസ്മുഹു ഹീന യുദ്ആ ദാരി സരിമമി. നബി തങ്ങളോട് സ്ഥാനത്തിനോട് യോജിച്ച മുഅ്ജിസത്തുകളൊന്നും അല്ലാഹു നബി തങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അഥവാ മുഅ്ജിസത്തുകൾ കണ്ടിട്ട് ഇത്രയുമാണ് തങ്ങളെ വലിപ്പം എന്ന് മനസ്സിലാക്കണ്ട. സ്ഥാനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്ഥാനത്തോട് കിടപിടിക്കുന്ന യാതൊരു മുഅ്ജിസത്തും തങ്ങൾക്കില്ല. അങ്ങനെ എങ്ങാനും കൊടുത്തിരുന്നെങ്കിൽ അഹ്യസ്മുഹു ഹീന യുദ്ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേര് വിളിക്കപ്പെടുമ്പോഴേക്ക് മയ്യത്ത് പള്ളിക്കാട്ടിൽ നുരുമ്പിപ്പോയ മയ്യത്തുകൾക്ക് എഴുന്നേറ്റ് വരാനുള്ള പവർ ഉണ്ടാകുമായിരുന്നു എന്ന് ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറയാ. അല്ലാഹു കഴിവ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അറ്റമില്ലാതെ കൊടുക്കും എന്നതിന്റെ പ്രകടമായ ഒരുപാട് തെളിവുകൾ പരിശുദ്ധ ഖുർആനും ഹദീസും ഓതി നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിനെ അംഗീകരിച്ചേ മതിയാകൂ. ഒരു മനുഷ്യൻ കാഫിറായി കഴിഞ്ഞാൽ മുശ്രിക്കാകുക എന്നതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. പിശാച് അതിനു വേണ്ടിയാണ് നിരന്തരമായി ശ്രമിക്കുക ഈമാൻ ഫസാദാക്കാൻ. എന്നാൽ അതിനൊരു മനുഷ്യൻ വിധേയപ്പെട്ടില്ലെങ്കിൽ രണ്ടാമത്തെ പദവിയിലേക്ക് റൂഹുൽ ബയാനിൽ തഫ്സീറുകളിൽ കാണാം, ബഹുമാനപ്പെട്ടവർ പറയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? അവരെ ബിദ്അത്തുകാരാക്കാൻ വേണ്ടി ശ്രമിക്കും. എന്താ ബിദ്അത്തുകാരാക്കിയാലുള്ള പ്രശ്നം? എന്താ പ്രശ്നം? അവർ നമ്മളെ പോലെ നിസ്കരിക്കുന്നവരല്ലേ, അവരും എല്ലാം അല്ലേ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ അംഗീകരിക്കാൻ ഇവർ സന്നദ്ധരാകുന്നില്ല എന്നുള്ളതാണ്.